വാതിൽ തുറക്കാൻ, വാതിൽ തുറക്കടാ, തുറക്കാൻ. മാഡം, പോലീസിനെ വിളിക്കും മാഡം. ചുറ്റുമുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ട്. എടാ വാതിൽ തുറക്കാനാണ് പറഞ്ഞത്. ആളുകൾ എന്നെ കണ്ട പ്രശ്നമാവുമല്ലോ. എടാ തുറക്കടാ വാതില്. എടാ വാതിൽ തുറക്കാൻ. എടാ നീ ഇന്ന് വാങ്ങിക്കും. വാതിൽ തുറക്കടാ. നീ തുറക്കില്ലല്ലേ? മാഡം, പോലീസിനെ വിളിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ സിയെ വിളിക്കാം. ഇവനെ ഒന്നും അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. സിപി, ആരെയും വിളിക്കണ്ട. സിപി വേണ്ട. മാഡം എന്തിനാ പേടിക്കുന്നേ? ഞാൻ ഇവിടെ ഇല്ലേ? ഋഷി, CP അങ്കിൾ ഞെട്ടിയല്ലേ? അങ്കിളിനെ ഞെട്ടിക്കാൻ തന്നെയാ ഞാൻ ഒളിച്ചു തന്നത്. അല്ല മാഡം, ഋഷി എപ്പോ വന്നു? ഞാൻ ഇന്നലെ രാത്രി വന്നുങ്ങളെ. ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞിരുന്നു CP അങ്കിളിന് ഒരു സർപ്രൈസ് ഞെട്ടിക്കൽ കൊടുക്കണമെന്ന്. അങ്കിള് വാ. എന്നാലും മാഡം ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഋഷിമോനെ കാണാത്തതിന്റെ വിഷമത്തിൽ കഴിഞ്ഞിട്ടും അവനിക്ക് വന്നപ്പോ ഒരു സന്തോഷവും മുഖത്തില്ലല്ലോ. നീ ഞങ്ങളെ ആകെ തീ തീറ്റിച്ചളഞ്ഞല്ലോ മോനെ. നീ ഇതെവിടെയായിരുന്നു? ഒരു സൂചനയെങ്കിലും തരണ്ടേ? എന്തൊക്കെ കഥകളാ നാട്ടിൽ പ്രചരിച്ചതെന്നറിയാമോ? മാഡം ആയതുകൊണ്ട് പിടിച്ചു നിന്നു. ഞാൻ കുറെ യാത്രകളിലായിരുന്നു അങ്കിൾ. മനസ്സൊക്കെ ഒന്ന് ശാന്തമാകാനുള്ള യാത്രകള്. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. നോർത്ത് ഇന്ത്യ മുഴുവനൊന്ന് കറങ്ങി. എന്നാലൊന്ന് വിളിച്ചറിയിക്കെങ്കിലും ചെയ്തുകൂടായിരുന്നോ? മാഡത്തിന്റെ പേടിയും വിഷമമൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. നിന്നെ കാണാത്തതിന് പോലീസ് അന്വേഷണം നടത്തുന്നതൊക്കെ നീ അറിഞ്ഞിരുന്നോ? ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു നിനക്കറിയാമോ മോനെ? ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞ അവനെ ടെൻഷൻ ആക്കണ്ട. നീ ചെന്ന് വിശ്രമിക്ക്. ഞങ്ങൾക്ക് ഓഫീസിലെ ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കാനുണ്ട്. ശരി അമ്മേ. ശരി അങ്കിൾ. എന്നാലും ഇത്രയും നാൾ ഒരു വിവരവും തരാതെ നീ അത് വിടാൻ CP. സീരിയസ് ആയിട്ടുള്ള കമ്പനി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞ ഫയലുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട് മേഡം, കാറിലുണ്ട്. എന്നാ എടുത്തിട്ട് വാ. ഓ, ഹലോ ദേവിക. മുരളേട്ടാ വീട്ടിലല്ലേ? ആ അതെ. എന്താ? മുരളേട്ടാ, ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. ലൈബ്രറി കൗൺസിലിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. മന്ത്രിക്ക് എന്തോ അസൗകര്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതാ. എന്നാ നമുക്ക് പോവാം. എന്നാ മുരളേട്ടൻ പെട്ടെന്ന് വാ. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ഒരു 10 മിനിറ്റ്. ഷാരി, എന്താ ചേച്ചി? നീ എങ്ങോട്ട് പോവാ? ക്ലാസ് ഇല്ലല്ലോ. ക്ലാസ് ഇല്ല, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ചേച്ചി. അതെന്താന്നാ ചോദിച്ചത്? കുറച്ച് പേഴ്സണൽ കാര്യങ്ങള്, പിന്നെ 1-2 മീറ്റിംഗ്, പിന്നെ എക്സെട്രാ എക്സെട്രാ. എന്ത് മീറ്റിംഗാ നിനക്ക്? ഓ, MLAക്കും രാഷ്ട്രീയക്കാർക്കും മാത്രമേ മീറ്റിംഗ് ഉള്ളൂ എന്നാ ചേച്ചിയുടെ വിചാരം? ഞങ്ങൾ സ്റ്റുഡൻസിനും പല മീറ്റിംഗും ഉണ്ട് നേതാവേ. ശരി, എന്നാ ഒരു കാര്യം ചെയ്. മുരളേട്ടൻ ഇപ്പൊ വരും, നമുക്ക് ഒരുമിച്ച് പോവാം. അയ്യോ, അതൊന്നും വേണ്ടേ. സർക്കാർ വേണ്ടി ദുരുപയോഗപ്പെടുത്താനേ ഞാനില്ല. പ്രധാനമന്ത്രിയും ഇപ്പതാ മുഖ്യമന്ത്രി വരെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി പല സൗകര്യങ്ങളും വെട്ടിച്ചുരുക്കുക. അതിനിടയിൽ MLAയുടെ അനിയത്തി നിയമം ലംഘിച്ചൂടാ. വെറുതെ MLA അപവാദം കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ശരി. ഷാരി, ശാരിയല്ല,
ശരി എന്നാ പറയാൻ. നീ ഒരുപാട് തമാശ പറയല്ലേ. നോക്ക്, നിനക്ക് നിന്റെ തീരുമാനങ്ങളുണ്ട്, പലതും നല്ലതും ആയിരിക്കും. നീ വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് എന്തും ചെയ്യും. പല പല ഘട്ടങ്ങളിലും എനിക്ക് ശക്തി തന്ന് കൂടെ നിന്നവളാ നീ. പക്ഷേ നിന്റെ ചില രീതികളും പെരുമാറ്റങ്ങളും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊട്ടും അംഗീകരിക്കാനും വയ്യ. നീ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, അതെന്താന്നൊന്ന് പറ. ഒളിപ്പിക്കുന്ന കാര്യം പുറത്തു പറയാൻ പറ്റുമോ ചേച്ചി? അത് ഒളിപ്പിച്ച് തന്നെ വെക്കേണ്ടതാ. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, ഞാൻ കാരണം ചേച്ചിയോ അമ്മയോ അച്ഛനോ ചീത്ത പേര് കേൾക്കില്ല. പോരെ? പോരാ. അപ്പൊ ചീത്ത പേര് കേൾപ്പിക്കണോ? ദേ, ഒന്ന് തന്നാലുണ്ടല്ലോ. അങ്ങനെ ഓരോ കണ്ടീഷനൊന്നും വെച്ചിട്ടല്ല ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടല്ല. നീ എന്റെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളായതുകൊണ്ടാ നിന്റെ കാര്യങ്ങൾ അറിയാൻ ഇങ്ങനെ പുറകെ നടക്കുന്നത്. ഞാൻ എന്നാ പറയട്ടെ. പറ മോളെ. അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നല്ല ഇപ്പൊ പറഞ്ഞ അതിന്റെ നഷ്ടം ചേച്ചിക്കും നമ്മുടെ കുടുംബത്തിനുമായിരിക്കും. എല്ലാം പൊളിയും. വേണ്ട വേണ്ട, ഇപ്പൊ ചേച്ചി അറിയണ്ട. ഞാൻ ചേച്ചിയോട് തന്നെ ആയിരിക്കും എല്ലാം ആദ്യം തുറന്നു പറയുന്ന. സ്നേഹിക്കുന്ന ആ ആളെ കുറിച്ച് ഒരു സൂചന പോലും നീ തരില്ലേ? സൂചന പോയിട്ട് അയാളുടെ പേരിന്റെ ആദ്യ അക്ഷരം പോലും പറയാൻ പറ്റില്ല. എന്നെ കുറിച്ച് ചേച്ചി ഒട്ടും പേടിക്കണ്ട. പക്ഷെ ചേച്ചിയുടെ ഭാവിയിൽ എനിക്ക് പേടിയുണ്ട്. ചേച്ചിയുടെ ജീവിതം ഒന്ന് നേരെയാക്കണം, അതാ ഇപ്പൊ എന്റെ മനസ്സിൽ. ഞാൻ പോയിട്ട് വരാം. അല്ലെങ്കിൽ പിന്നെ ഹരിയേട്ടൻ്റെ വിശ്വാസം പോലെ മുന്നോട്ട് പോകണം. മറ്റാരുടെ എതിർപ്പ് നോക്കേണ്ട കാര്യമില്ല. ആ ശരി. ഗിരീഷേ, ഹരിസാർ വന്നിട്ട് എന്തായി കാര്യങ്ങൾ? നിയമപരമായി നീങ്ങുന്ന കാര്യം തന്നെയാണോ പറഞ്ഞത്? ഹരിയേട്ടന് എന്തൊക്കെയോ സംശയമുള്ളതുപോലെ സംസാരിച്ചത്. എന്ത് സംശയം? നന്ദൻ പറയുന്ന കാര്യങ്ങൾ ഹരിയേട്ടന് പൂർണ്ണമായും വിശ്വാസം വന്നിട്ടില്ലാന്ന് തോന്നുന്നു. എന്താ? അന്ന് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഒരു കൊലപാതക കുറ്റി ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾ എന്തിനു നുണ പറയണം? ഒന്നും കാണാതെ ഹരിയേട്ടൻ ഇങ്ങനൊരു സംശയം പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുപക്ഷെ ഇനി എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാവും അങ്ങനെ പറഞ്ഞത്. ഗിരീഷ് വാ. ഹരിയേട്ടൻ എന്തൊക്കെയോ കണക്കൂട്ടിയാൽ മുന്നോട്ട് പോകുന്നു. ഇന്ന് അരന്ധതയുടെ വീട്ടിൽ പോയി അവരെ കാണുമെന്നാ പറഞ്ഞത്. അയ്യോ, അത് അബദ്ധമില്ലേ? ഈ ഒരു അവസ്ഥയിൽ ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോവാന്ന് വെച്ചാ അത് വേണോ സർ? അതാ ഞാനും പറയുന്നേ. കേസിന്ന് നന്ദനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കാനാ ഹരിയേട്ടനെ വരുത്തിയത്. ഹരിയേട്ടൻ എന്നിട്ടിപ്പോ കേസ് കൂടുതൽ കുരുക്കുന്ന ലക്ഷണോ? ഹരിയേട്ടന്റെ നീക്കങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നന്ദനെ കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോലാ ചോദ്യം ചെയ്തത്. എന്തൊക്കെയാണെങ്കിലും അരുന്ധതിയുടെ വീട്ടിൽ ഹരിയേട്ടൻ പോകുന്നത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നത്. അമ്മേ, എന്താ പറഞ്ഞേ? ഹരിയങ്കള് അരുന്ധതി മേഡത്തിന്റെ വീട്ടിൽ പോകുന്നോ? എന്തിനാ അത്? വേണ്ട, ഞാൻ സമ്മതിക്കില്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും ശിക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും അങ്ങോട്ട് ഇനി ആരും പോണ്ട. അവരുടെ മോനെ ഞാൻ കൊന്നു, ഞാനത് സമ്മതിക്കുകയും ചെയ്തു. ഇനി അവരെ ബുദ്ധിമുട്ടിക്കാനാണോ ഹരിയങ്കളുടെ ഉദ്ദേശം? അച്ഛനാ ഫോണിൽ തന്നെ, ഞാൻ ഹരിയങ്കളിനെ വിളിച്ച് പറയാം. ഫോൺ ഇതാ. വേണ്ട വേണ്ട,
ഗിരിശേട്ടാ വിട്ടെ. ഇന്നലെ വലിയ ജഡ്ജിയായിരുന്നു. എന്നെ കുത്തുവാക്കൾ പറഞ്ഞും കുറ്റപ്പെടുത്തി സന്തോഷിച്ചു. ഇനി ആ വീട്ടിൽ ചെന്ന് ഇതുപോലൊക്കെ പെരുമാറിയാൽ ശരിയാവില്ല. ഞാൻ വിളിച്ചു പറയാം അങ്ങോട്ട് പോകരുതെന്ന്. എനിക്ക് തന്നെ നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? എന്താ ഹരി സാർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ നീ ആരാ? അമ്മേ, ഇതാകെ കുഴപ്പത്തിൽ കൊണ്ട് ചെന്നെത്തിക്കും. എനിക്ക് ഭ്രാന്ത് പിടിക്കുക. സിദ്ധു, നന്ദനൊന്ന് ചോദിക്കട്ടെ, ഹരിയേട്ടന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണ്ടേ? ഹരിയേട്ടന്റെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ട്. അതിനെ ആ വഴിക്ക് അങ്ങ് വിടാം. ഇതുപോലുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ട് ശരിയും തെറ്റും വിധിച്ചിട്ടുള്ള ആളാ ഹരിയേട്ടൻ. ഹരിയേട്ടൻ ഒരു തീരുമാനം എടുക്കും, അത് നമ്മളങ്ങ് അംഗീകരിക്കും. എന്നാ പിന്നെ ആ തീരുമാനം അങ്ങ് നേരത്തെ എടുത്തൂടെ? കുറ്റം ഏറ്റെടുത്ത ആളെ വീണ്ടും വിചാരണ ചെയ്യുന്ന എന്തിനാ? നീ എന്തെങ്കിലും മറച്ചു വയ്ക്കുന്ന തോന്നൽ ഉള്ളത് കൊണ്ടായിരിക്കും നിന്നോട് വീണ്ടും വീണ്ടും ഓരോന്ന് ചോദിക്കുന്നത്. ഞാൻ എന്ത് ഒളിച്ചു വെക്കാനാ? ഞാൻ കൊന്നെന്നുള്ളത് സമ്മതിച്ചല്ലേ? അതിനപ്പുറം ഇനി എന്താ മറയ്ക്കാനുള്ളത്? എന്തായാലും ശരി, ഈ വിഷയത്തിൽ ഹരിയേട്ടന്റെ തീരുമാനങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു. അതിലൊരു മാറ്റവും ഇല്ല. അച്ഛാ, നീ ഒന്നും പറയണ്ട. സിദ്ധു, നന്ദനും അതെ, നന്ദൻ തന്നെയാ പ്രശ്നം. അതുകൊണ്ടാണല്ലോ ഈ പെടാപ്പാട് പെടുന്നത്. സിദ്ധു, മനസ്സ് തകർന്നു നിൽക്കുക നമ്മുടെ മോൻ. ഇനി അവനെ വേദനിപ്പിക്കരുത്. പ്രഭ, നീ മടിയിൽ വെച്ച് പുന്നാരിച്ച നന്ദൻ മോൻ അല്ലാതെ ഒരു കൊലപാതകയാണെന്ന് സ്വയം ഏറ്റുപറഞ്ഞു നിൽക്കുന്ന പ്രതിയാ. ഇനിയെങ്കിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവന്റെ മനസ്സ് മാറ്റരുത്. മാഡം, സിദ്ധാർത്ഥൻ സാറ് പറയുന്നത് ശരിയല്ലേ? ചില കാര്യങ്ങളിൽ വാശി വേണ്ടാന്ന് വെക്കണം. ഹരി സാർ എന്തായാലും നമുക്കെതിരെ ഒന്നും ചെയ്യില്ലല്ലോ. അച്ഛൻ എന്തിനാ ഇങ്ങനെ എണീറ്റിരിക്കുന്നേ? കിടക്കായിരുന്നില്ലേ? ഇത്രയും നേരം കിടക്കായിരുന്നില്ല മോളെ. വേദന എന്തെങ്കിലും ഉണ്ടോ? മാധവേട്ട, കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കുറച്ച് കഴിയട്ടെ. അമ്മേ, ആഹാരത്തിന് മുൻപുള്ള ഗുളിക കൊടുത്തോ? ആ, അത് ശാരി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. മുരളേട്ടൻ ഇപ്പൊ വരും. അച്ഛാ, സമയാസമയത്ത് ആഹാരവും മരുന്നും ഒക്കെ കഴിക്കണം. അച്ഛൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ വരുമ്പോ കൊണ്ടുവരാം. എനിക്കൊരു കാര്യം ആവശ്യമുണ്ട് മോളെ. പറയച്ചാ, എന്താ വേണ്ടേ? മോക്ക് ദേഷ്യം തോന്നരുത്. എനിക്ക് നന്ദനെ ഒന്ന് കാണണം. എന്നോട് കാണിച്ചതിനൊക്കെ എനിക്ക് നന്ദനോട് ദേഷ്യം തന്നെയായിരുന്നു. നീ തിരിച്ചു പോകണ്ടെന്നും അഭിമാനം പണയം വെക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിർത്തിയത് ഞാൻ തന്നെയാണല്ലോ. പക്ഷേ ഇപ്പൊ എന്തോ ചില തോന്നലുകൾ. ആസ്പത്രി കിടന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നന്ദൻ പാവാണെന്ന്. നിന്റെ കാര്യത്തിൽ നന്ദന് ചില വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. അതെന്തോ ഒരു അബദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛാ, ഇപ്പൊ അച്ഛൻ ആരോഗ്യകാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാ മതി. അതെ, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി തന്നെയാണ് ഞാനും പറയുന്നത്. നന്ദനെ ഒന്ന് കണ്ടാൽ ഒരു സന്തോഷം കിട്ടും. ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമല്ല മോളെ മനസ്സിൻ്റെ ആരോഗ്യവും.
ഇന്നലെ രാത്രി ഇടയ്ക്ക് ഉണരുമ്പോഴൊക്കെ മാധവേട്ടൻ നന്ദന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. മോളെ, മോക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. എനിക്ക് ബുദ്ധിമുട്ടാച്ചാ. പല കാരണങ്ങളും ഉണ്ട്. തൽക്കാലം നന്ദു ഇങ്ങോട്ട് വരാനോ മറ്റാരെങ്കിലും കാണാനോ പറ്റിയ മാനസികാവസ്ഥയിലല്ല. ഞാൻ ആസ്പത്രിയിലായത് സംബന്ധിച്ച് എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ലെന്ന് നന്ദനെ അറിയിച്ചില്ലേ? അതൊക്കെ നന്ദുവിനറിയാം. പിന്നെ എന്താ മോളെ ഇവിടേക്കൊന്ന് വന്നാല്? വേറെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് തോന്നുന്നച്ചാ. എന്തായാലും അച്ഛൻ്റെ ഈ ആഗ്രഹം നടക്കാൻ പ്രയാസ. നന്ദുവിന് അഥവാ താല്പര്യം ഉണ്ടെങ്കിലും എനിക്കൊട്ടും സമ്മതമല്ല. മുല്ലേട്ടം വന്നു, ഞാൻ ഇറങ്ങട്ടെ. ശരി അച്ഛാ. അമ്മേ. ഇതും പറഞ്ഞ് ഇനി അവളെ നിർബന്ധിക്കണ്ട. നന്ദനുമായിട്ട് അത്രയ്ക്ക് അകന്നു പോയിരിക്കുക. അവർക്കങ്ങനെ അകലാൻ പറ്റില്ല. അവരൊന്നിക്കില്ല അധികം. അപ്പോ എല്ലാം ഇന്ന് തന്നെ അയക്കണം എന്ന് അലക്സിനോട് പറയണം. ശരി മാഡം. അതവിടെ കിട്ടി എന്നുള്ളതിന് CP ഉറപ്പ് വരുത്തുകയും വേണം. ശരി മാഡം, ഒക്കെ നോക്കിക്കോളാം. അപ്ഡേറ്റ് ചെയ്തിട്ട് വിളിച്ച് അറിയിക്കാം. ശരി അങ്കിൾ, കോഫി കുടിച്ചായിരുന്നോ? ആ കുടിച്ചു. പിന്നെ ഋഷി, ഇത്രയും നാൾ യാത്രയിലായിരുന്നില്ലേ? ഇനി 2 ദിവസം വീട്ടിൽ തന്നെ ഇരിക്കേ, ഒന്ന് വിശ്രമിക്കേ. അത് കഴിഞ്ഞ് ഓഫീസ് കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെടണം, അല്ലേ മാഡം? ഇടയ്ക്ക് ഓഫീസിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. അങ്കിൾ, എന്താ മോനെ? ഞാൻ തിരിച്ചു വന്നെന്നും ഇവിടെ ഉണ്ടെന്നും ആരോടും പറയണ്ട. അതെന്താ ഋഷി? ഋഷി തിരിച്ചെത്തിയെന്ന് അറിയുന്നത് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുന്ന കാര്യമല്ലേ? ഓഫീസിലെത്തിയ ഉടൻ ഞാൻ ഈ വാർത്ത അങ്ങ് പൊട്ടിക്കുക. സ്റ്റാഫൊക്കെ കേൾക്കാൻ കാത്തിരിക്കുന്ന വാർത്തയല്ലേ? ഓഫീസിലെ സ്റ്റാഫുകൾക്ക് ഇന്ന് എന്റെ വക ചെലവാ. വേണ്ട. എന്താ ഋഷി? ഞാൻ തിരിച്ചു വന്നിട്ടില്ല. എന്താ? എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല അങ്കിൾ. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞ ആളാ. മരിച്ചു കഴിഞ്ഞെന്നോ? എന്ന് വെച്ചാ മാഡം, ഈ ഋഷി എന്തൊക്കെയാ പറയുന്നേ? മരിച്ചു കഴിഞ്ഞെന്ന് പോലും. ഋഷി, എന്താ കാര്യം തെളിച്ചു പറ. പറയാം. പോലീസും നിങ്ങളൊക്കെ അന്വേഷിക്കുമ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, എന്റെ ഈ വീട്ടില്. മോനെ, ഇന്നലെയല്ല, ഞാൻ വന്നിട്ട് 1 മാസത്തിൽ കൂടുതലായി. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞോ, ഞാനിപ്പോ മരിച്ചുപോയ ഋഷിയായിട്ട് അഭിനയിക്കുക. എന്തൊക്കെയാ പറയുന്നേ? മരിച്ചുപോയ ആളെങ്ങനെയാ ഇതുപോലെ വന്ന് നിൽക്കുന്നേ, സംസാരിക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മരണപ്പെട്ടതാ. ചന്ദ്രത്തെ നന്ദൻ എന്നെ കൊന്നു കുഴിച്ചു മൂടി. ഞാനിപ്പോ ഋഷിയുടെ പ്രേതവാ. എന്താ മാഡം ഇതൊക്കെ? ഋഷിക്ക് ഇത് എന്ത് പറ്റി? സ്വബോധം നഷ്ടപ്പെട്ടോ? ഋഷിയെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാണുമ്പോ എനിക്കും അത് തന്നെയാ തോന്നിയ. പരസ്പര ബന്ധമില്ലാതെ പറയുന്നേ. പക്ഷെ CP, ഋഷി ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങളുമായിട്ട് നടക്കുക. എന്ത് നീക്കം? എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി? മോനെ, എന്തായി കേൾക്കുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. പ്രതികാരം. ചന്ദ്രോത്തുകാരോടുള്ള പ്രതികാരം.
പ്രതികാരത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളാ. ആദ്യത്തെ ഇര നന്ദന. അവന് വെച്ച കെണിയാ എന്റെ മരണം. അല്ല, കൊലപാതകം. അവനെ കൊണ്ട് ഞാൻ എന്നെ കൊല്ലിച്ചു. മനസ്സിലായില്ല അല്ലേ? ഇല്ല. മനസ്സിലാക്കി തരാം. ഇവിടുന്ന് ഞാൻ യാത്ര പറഞ്ഞു പോയില്ലേ, അന്ന് വഴിയിൽ ഞാൻ നന്ദനെ കണ്ടു.